ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി ചീരദോശ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണുന്നത്. അതിനായിട്ട് ചീരയില നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരക്കാനായിട്ട് ചീരയില വേവിച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ചീരയില നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ദോശയുടെ മാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് സാധാരണ ഉഴുന്നും പച്ചരിയും കുറച്ച് ഉലുവയും കൂടെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ച് വെച്ചിട്ടുള്ള മാവാണ്. അത് നമ്മൾ ചീരയിലയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ചീരയില വേവിച്ചിട്ട് അടിച്ചിട്ടുള്ള അതേ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചീരയില ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വറവ് ഇട്ടത് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചീരയില ചട്നി റെഡി ആയിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായ ശേഷം ഓരോ തവി ദോശമാവ് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള നെയ്യോ എണ്ണയോ തൂക്കിയിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചീരദോശ റെഡിയാവുന്നതാണ്. നല്ല ചീരയുടെ ആ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, പക്ഷേ വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ചീരയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള ചീരദോശയും ചീര ചട്നിയും എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.